അപ്പൊ നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് പെസഹാപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊരു പെസഹാപ്പം ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളാണിത്. അരി 1 ഗ്ലാസ്, ഉഴുന്ന് 1/2 ഗ്ലാസ്, കുറച്ച് ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും, തേങ്ങ 1 മുറി, 1 ടീസ്പൂൺ ജീരകം, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ഫിലോമിനേച്ചി നമുക്ക് പച്ചരി വെച്ചല്ലാതെ അരിപ്പൊടി വെച്ച് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റൂല. ഇനി നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കാം. പച്ചരിയും വറുത്ത് വെച്ച ഉഴുന്നും 3 മണിക്കൂർ കുതിർത്തി അത് അരച്ചെടുക്കുക. തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളി 4 അല്ലി അതും പിന്നെ ജീരകം കൂടിയിട്ട് അരച്ച് വെച്ച മാവിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഒരു കിണ്ണത്തില് ഇത്തിരി വെളിച്ചെണ്ണ തടവി അതിലേക്ക് ഈ മാവ് ഒഴിച്ച് അത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം അടപ്പത്ത് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ മീതെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ കുരുത്തോല അതിൻ്റെ മീതെ കുരിശായിട്ട് വെക്കാം. ശർക്കര 2 അച്ച്, ചുക്കും ഏലക്കായും ജീരകവും പൊടിച്ചത് കുറച്ച്, തേങ്ങ കുറച്ച്, അരിപ്പൊടി, ഉപ്പും പകുതി. ഒരു പാത്രത്തില് 2 അച്ച് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി നമുക്ക് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി നമുക്ക് പാലിന് ആവശ്യമായ തേങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിഴിഞ്ഞ് 1-ാം പാല് മാറ്റി വെച്ച് 2-ാം പാലിൽ ഈ പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പൊടി കുതിർത്താൻ വെച്ചത് 2-ാം പാലിൽ പൊടി കുതിർത്താൻ വെച്ചത് ഒഴിച്ച് അതില് 1-ാം പാൽ ഒഴിച്ച് അതില് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി അത് കുറുക്കി എടുക്കുക. ഇനി അതിലേക്ക് ചുക്കും ഏലക്കായും ജീരകവും പൊടിച്ച് ചേർക്കുക. അപ്പോൾ പെസഹ അപ്പവും പാലും എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് കണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കൂ. ഇത്തവണ പെസഹ വ്യാഴാഴ്ച നിങ്ങളുടെ വീടുകളിൽ പെസഹ അപ്പവും പാലും തയ്യാറാക്കൂ.